സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കെ മഴ കനത്ത് പെയ്യുകയാണ്. വയനാടും കണ്ണൂരും റെഡ് അലേർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കോട്ടയം മുതൽ കോഴിക്കോട് വരെയും കാസർഗോഡ് ജില്ലയിലുമാണ് ഓറഞ്ച് അലേർട്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തികയും കണ്ണൂരിൽ നിന്ന് ശ്രീജിത്തും ചേരും. രശ്മി, എന്താണ് ഈ മഴ മുന്നറിയിപ്പ് ഏറ്റവും പുതിയതായി ലഭ്യമായിരിക്കുന്നത്? ഇപ്പോൾ രാവിലെ തന്നെ മിക്കയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ മഴ കൂടുതലായി ലഭിക്കുന്നു? ഇനിയിപ്പോൾ ഉള്ള മുന്നറിയിപ്പുകളിൽ പ്രധാനപ്പെട്ടതും എന്തൊക്കെയാണ്? വീണ 2 ജില്ലകളിലാണ് ഇപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്, റെഡ് അലർട്ട് ഉള്ളത്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാവിലെ ശക്തമായൊരു മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാളെയും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് പ്രകാരം 21-ാം തീയതി വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മഴയ്ക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നത് മഴ വ്യാപകമാകാൻ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള തീരത്ത് പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മൺസൂൺ പാത്തി അതും മഴയ്ക്ക് അനുകൂലമായ ഒരു സ്ഥലത്താണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ശരി രശ്മി, കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കണ്ണൂരിൽ നിന്ന് വ്യാപകമായി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ തുടങ്ങിയപ്പോൾ മുതലുണ്ട് ഈ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് എന്താണ് കാലാവസ്ഥ, എന്താണ് സാധ്യത, എന്താണ് സാഹചര്യം? വീണ, കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്നു. ഇതിന്റെ ഫലമായി തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ തളാപ്പിലാണ്. തളാപ്പ് കണ്ണൂർ നഗരഭാഗത്തിൽ നിന്നും കുറച്ച് മാറി ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ വീടുകളിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ ഇത് കാണുന്ന ഒരു വീടിന് മുൻവശമാണ്. വീടിൽ ഉള്ളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഈ വീട് മുഴുവനായും നിലവിൽ വെള്ളത്തിനടിയിലായി. ഇപ്പോൾ ഈ വീട്ടിൽ 2 വൃദ്ധർ മാത്രമാണ് നിലവിലുള്ളത്. നഗരസഭയെ ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്തായാലും നാം ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ആ വീട്ടിന് മുന്നിലെ ഈ കസേര ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ഇടങ്ങളിൽ മുഴുവൻ ഇത്തരത്തിൽ വളരെ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് എപ്പോഴാണ് ആരംഭിച്ചത്? വെള്ളക്കെട്ട് എപ്പോഴാണ് ആരംഭിച്ചത്? എന്താ പറയേണ്ടത്? ഒന്നുമില്ല, നമ്മള് കുറെ വർഷമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിന് വേണ്ടി അനവധി പൈസ ചെലവിട്ട് കഴിഞ്ഞ് എന്നിട്ട് ഇല്ല, ആര് തിരിഞ്ഞു നോട്ടൂല്ല. ആഹാരം കഴിച്ചായിരുന്നോ രാവിലെ? ആഹാരം കഴിച്ച് ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നിട്ട് കഴിച്ച്. സന്ദീപന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നിട്ട് കഴിച്ച്. ഇതെങ്ങനെയാണ് ഇന്നലെ രാത്രി തൊട്ടേ വെള്ളക്കെട്ടുണ്ടോ അവിടെ? ഇന്നലെ രാത്രിയുണ്ട്. മുൻപ് ഇത്തരത്തിൽ വെള്ളക്കെട്ടോടെ വരാറുണ്ട്? ഉണ്ട്, വരാറുണ്ട്. നിങ്ങൾ നഗരസഭയിൽ അറിയിക്കുമ്പോ അവരെന്താണോ രാകേഷ് ഉള്ള സമയത്ത് അത്ര വലിയ വിഷമവുമില്ല. അവൻ വളരെയധികം ശ്രദ്ധിക്കും. പിന്നെ അതിന് ശേഷമാണ് രാകേഷ് പോയിട്ടാണ് പിന്നെ ആരാ എന്താന്ന് നമുക്കറിയില്ല. അതിന് ശേഷം പിന്നെ വെള്ളക്കെട്ട് വന്നാല് ഇങ്ങനെ തന്നെ. നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയാണ് കിടന്നത്? അകത്ത് തന്നെ, കട്ടുമ്പോ തന്നെ കിടന്ന്. കട്ടിലിന് വെള്ളം കയറുന്ന സാഹചര്യം അവിടെ എല്ലാ റൂമിലല്ലോ? ഇതാ, നിങ്ങൾ അകത്ത് പോയി നോക്കിക്കോ. കട്ടിലിന്റെ കട്ടിലെല്ലാം വെള്ളത്തിലാ ഉള്ളത്. കിടക്കുന്നെടുക്ക മേലെ ഭാഗത്തില്ല. ബീറോയില് വെള്ളം കയറി. ബീറോന്റെ ഇപ്പൊ നമ്മള് 2 പേരും രോഗികളാണ്. അപ്പൊ നമ്മൾ ഈ പരിസരത്തുള്ള ആരെയും ഒരു ശ്രദ്ധിക്കപ്പെടാത്ത ഒറ്റപ്പെട്ടു പോയിട്ടാണ് ഉള്ളത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം, എല്ലാവരും നല്ലവർ തന്നെയാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ തോടാണ് നമുക്ക് വലിയ വിഷമായിട്ടുള്ളത്. തോട്ടത്ത് ഉള്ള വീടുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാൻ നാഥനയില്ലാത്ത പോലെയാണ് ഉള്ളത്. അതിപ്പോൾ ഒരു 8-9 വർഷത്തോളം അങ്ങനെ തന്നെ. ഒരു നാഥനമില്ല ഈ പരിസരത്തേക്ക്.
തീർച്ചയായും അത്തരത്തിലാണ് വീണ സൂചിപ്പിച്ചതുപോലെ സമീപത്തൊരു തോടുണ്ട്, പക്ഷെ അതിൽ മാലിന്യം നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നീക്കം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഉള്ള ഒരു അവസ്ഥയാണ് ഈ സർക്കാരിന്റെയും അധികൃതരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ മാലിന്യം നീക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വീട്ടിനുള്ളിലെ ഒരു മുറിയാണ്. അത്തരത്തിൽ ഈ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഇത്തരത്തിലാണ് ഈ സമീപത്തെ എല്ലാ വീടുകളിലും. ചേട്ടാ, എങ്ങനെയാണ് ഈ സമീപത്തുള്ള വീടുകളിൽ എല്ലാ കൊല്ലവും ഇതുപോലെ ഉണ്ടാറുണ്ട്. കഴിഞ്ഞ കൊല്ലം 2 പ്രാവശ്യം കയറിയിരുന്നു. 2020 ശേഷം ഈ വീട്ടിൽ സ്ഥിരമായി വെള്ളം കയറാൻ അരമണിക്കൂറിലധികം മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാൽ ആദ്യം കണ്ണൂർ ടൗണിൽ കോർപ്പറേഷന്റെ മൂക്കിന് താഴെ എന്ന് പറയാൻ 47-ാം വാർഡ് കണ്ണൂർ ടെമ്പിൾ വാർഡ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷിന്റെ വാർഡാണിത്. രാജേഷ് മുൻകാലത്ത് നല്ല പല കാര്യങ്ങളും ചെയ്തിരുന്നു, ഇപ്പോഴും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെയുള്ള ഈ തോടിനടിയിലുള്ള മണ്ണ് നീക്കാനുള്ള കാര്യങ്ങൾ വളരെയധികം മന്ദഗതിയിലായിരുന്നു. എല്ലാ കൊല്ലവും നമ്മൾ ഏപ്രിലിന് മുന്നേ പറയും. അങ്ങനെ അത് വഴിപാടുമാതിരി ഇപ്രാവശ്യം ഒരു ദിവസം വന്നു തോട് കുറച്ച് ചെറിയ JCB വെച്ച് മണ്ണ് നീക്കിയിരുന്നു. പക്ഷേ ഈ 2000-ന് ശേഷമുള്ള കൗൺസിലർ സുമോദ് വന്നതിന് ശേഷമാണ് ഇവിടെ ഈ സ്ലാബ് വന്നത്. അതിൻ്റെ അടിയിലുള്ള മണ്ണ് നാളിതുവരെ അതിൽ നിന്ന് ഒരു മണ്ണും നീക്കിയില്ല. മാലിന്യം കുറവാണെങ്കിലും മണ്ണ് നീക്കാത്ത കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ മറുവശത്തുള്ള വീടുകളിലും വെള്ളം കയറാറുണ്ട്. അതിനടുത്ത് പള്ളിക്കുന്ന് സോണലിലെ ബാലാട്ടൻ്റെ പഴയ മരിച്ചുപോയ ബാലാട്ടൻ്റെ വീട് ഷോപ്പിൽ പോലും ഈ മെഞ്ഞാന്ന് വെള്ളം വന്ന് കൂട്ടേണ്ട സ്ഥിതിയാണ്. ഇന്ന് അതിനേക്കാളും കൂടുതലായിരിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് ഇന്ന് പോയിട്ടില്ല. ഇത്തരത്തിലാണ് തളാപ്പിൽ. ഇതാണെങ്കിൽ മട്ടന്നൂരിൽ മറ്റൊരു സാഹചര്യമാണ്. മട്ടന്നൂരിൽ ഒരു കാർ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള വാഹനം ഇത്തരത്തിൽ കാർ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ യാത്രക്കാർ പിന്നീട് ഇറങ്ങി ഡോറ് തുറന്ന് നീന്തി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അഞ്ചരക്കണ്ടിയിലും ഈ മദ്രസ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സമീപത്തേക്ക് ഈ മതിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അതിനാൽ തന്നെ റൺവേയിലേക്ക് വിമാനം ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നിലവിൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. മറ്റ് നെടുമ്പാശ്ശേരിയിലേക്കും അതോടൊപ്പം തന്നെ കരിപ്പൂരിലേക്കുമെല്ലാം ഈ വിമാനങ്ങൾ മാറ്റി വഴിതിരിച്ചു വിടുന്ന സാഹചര്യമുണ്ട്. 2 ദിവസം മുൻപ് സമാന സാഹചര്യമായിരുന്നു. അന്ന് വിമാനം ബാംഗ്ലൂരിലേക്കാണ് വഴിതിരിച്ചു വിട്ടിരുന്നത്. എന്തായാലും കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത്. പല വീടുകളിലും വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു. അടിയന്തരമായി തന്നെ ജില്ലാ ഭരണകൂടം ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ പല വീടുകളും ഒറ്റപ്പെട്ടു പോകും. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ട സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ മണിക്കൂറുകൾക്ക് മുൻപ് വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ, ശ്രീജിത്ത്, ഈ റെഡ് അലേർട്ടിന് മുൻപ് ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ പെയ്ത മഴയിലുള്ള ദുരിതമാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസുഖബാധിതരായ 2 മുതിർന്ന പൗരന്മാർ, അവർ ആരോരുമില്ലാതെ, സഹായത്തിനാരുമില്ലാതെ ഇങ്ങനെ വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വരുന്നത് ആശങ്കയിലാക്കുന്നു. ഇത് മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ഈ വെള്ളം ഇറങ്ങിപ്പോകാത്തതാണ് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അധികൃതരാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അയൽവാസികളുടെയൊക്കെ കരുണയിൽ ആ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. ഈ ദൃശ്യങ്ങൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെങ്കിൽ അതാകട്ടെ. കണ്ണൂരിൽ നിന്ന് തന്നെ മറ്റ് ചില മഴക്കെടുതി ദൃശ്യങ്ങൾ കൂടിയുണ്ട്. ഒരു മട്ടന്നൂരിൽ ഒരു കാർ വെള്ളത്തിൽ മുങ്ങി. കൊട്ടാരം പെരിയാരത്താണ് സംഭവം. വെള്ളം കയറിയ റോഡിലൂടെ ഓടിച്ച കർണാടക രജിസ്ട്രേഷൻ കാറാണ് മുങ്ങിപ്പോയത്. കാറിലുണ്ടായിരുന്നവർ പക്ഷേ രക്ഷപ്പെട്ടു.